കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരവും വിലപ്പെട്ടതുമായ ഈ പകലിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ചതായ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യഹോവയുടെ ദയ നമ്മെ താങ്ങി, കർത്താവ് നമ്മെ സൂക്ഷിച്ചു. അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലായിരുന്ന നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, പല കുടുംബങ്ങളോടും വ്യക്തികളോടും ചേർന്ന് ഈ ആരാധനയിൽ പങ്കുചേരുവാൻ കർത്താവ് നമ്മെ സഹായിച്ച കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവബഹുലമായ ലോകത്തിൽ കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. കഴിഞ്ഞ മാസങ്ങൾ ദൈവം നമ്മെ സൂക്ഷിച്ചു. അനുഗ്രഹിക്കപ്പെട്ടതായ പല ആത്മീയ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്നയോളം ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മഹാ അത്ഭുതങ്ങളെ ഓർത്ത്, ദൈവത്തിന്റെ പ്രവർത്തികളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ ഒരു നിമിഷം നമുക്കൊന്ന് തയ്യാറാകാം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് എല്ലാ ദൈവമക്കളും നല്ലത് സ്തുതിച്ചാട്ടെ. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്ന് ദൈവവചനം പറയുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെയും ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം ഒത്തിരി മുന്നോട്ട് കടന്നു പോകുന്നു. അതിഥികളായി കടന്നു വന്നവരെ മാനിക്കണം. കർത്താവിന്റെ മേശയുള്ള ശുശ്രൂഷ നമ്മുടെ മുമ്പിലുണ്ട്. സമയം ഇനിയും നമ്മുടെ കണക്കനുസരിച്ച് 2 മണിക്കൂറൂടെ ശേഷിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. എവിടെ എങ്ങനെ എത്തിച്ചേരുമെന്ന് അറിയയില്ല. എങ്കിലും ആവോളം സമയത്തോട് നീതി പുലർത്തുവാൻ കർത്താവിൽ ആഗ്രഹിച്ചുകൊണ്ട് ദൈവനെ ഭരമേൽപ്പിച്ച ഒരു ചെറിയ ആലോചന വേഗത്തിൽ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിച്ച 95-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. വരുവീൻ എന്നുള്ള ആഹ്വാനത്തോടെ 2 വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. ആ 2 വാക്യങ്ങളെ ചേർത്ത് ഇണക്കി ദൈവവചനത്തിൽ സംസാരിപ്പാനുള്ളതായ ഒരുക്കത്തോടും ആ പ്രാർത്ഥനയോടുകൂടെയാണ് 1 മണിക്കൂർ മുമ്പ് വരെ ഞാൻ ദൈവസന്നിധിയിലായിരുന്നത്. എന്നാൽ ഈ വാക്യത്തിൽ നിന്ന് ദൈവം സംസാരിക്കാനുള്ള ഒരു പ്രേരണ തന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിൽ മാത്രം ഒതുങ്ങുവാൻ ആഗ്രഹിക്കുക. 2 വാക്യങ്ങളെന്ന് ഞാൻ പറഞ്ഞത്, 6-ാമത്തെ വാക്യവും നാം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ വരാനുള്ള ഒരു ആഹ്വാനം, ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ഒരു ആഹ്വാനം. ദൈവത്തിന് സ്തോത്രം. അല്ല, ആ ദൈവത്തിന്റെ ഭാഗം, ദൈവത്തിന്റെ വചനം അങ്ങനെ നമ്മെ ഓർപ്പിക്കുമ്പോ ദൈവസന്നിധിയിൽ ആർപ്പിടുവാനും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാനും ദൈവമക്കളായ നാം തയ്യാറാണെങ്കിൽ നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. എന്തിനാ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നത്? കഴിഞ്ഞ നിമിഷങ്ങൾ വരെയും നടത്തിയ വഴികളെ ഓർത്ത്, ദൈവം കാണിച്ച കരുണകൾ ഓർത്ത്, അവൻ നമ്മെ പരിപാലിച്ചതോർത്ത്, ആർക്കും സഹായിപ്പാൻ കഴിയാതിരുന്ന മേഖലകളിൽ യഹോവ നമുക്ക് തുണയായിരുന്നതോർത്ത് ആ വിടുതലുകൾക്ക് വേണ്ടിയാ മുട്ടുകുത്തുന്നത്. എന്തിനാ മുട്ടുകുത്തുന്നത്? ഇന്നലെ വരെ നടത്തിയവൻ, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നവൻ, നാളെയും എന്നെ കൈപിടിച്ച് നടത്തണമേ എന്ന് ദൈവസന്നിധിയിൽ ഉറപ്പോടെ പറയാന് ദൈവസ്ഥലം മുട്ടുകുത്തുന്നത്. അത് ദൈവമക്കളെ ലജ്ജിക്കരുത്. ദൈവത്തിന് സ്തോത്രം. മുട്ടുകുത്തുക എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പോരായ്മയാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ എനിക്ക് ചൂണ്ടിക്കാട്ടുവാൻ ഒരുപാട് ഭക്തന്മാരുണ്ട്. ആ നിലകളിൽ ആ ഒരു വചനം സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞല്ലോ. കർത്താവ് അവസരവും തന്നാൽ മറ്റൊരു ഭാഗത്ത് ഒരവസരത്തിൽ ഞാൻ സംസാരിക്കാം. ഇന്ന് പകൽക്കാലം വായിച്ച ആരംഭവാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ ഞാൻ ഓർപ്പിക്കട്ടെ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക്
ആർപ്പിടുക. അവസാനത്തെ വാക്ക് മാത്രം ഞാൻ വീണ്ടും എടുത്തോർപ്പിക്കുക. ആർപ്പിടുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വിഷയത്തെക്കുറിച്ച്, ആർപ്പിനെ കുറിച്ച് ചില ചിന്തകൾ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആർപ്പിട്ടാൽ ഒരു വിടുതൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ആർപ്പിനകത്ത് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതില്ലാതെ ആർപ്പിടാൻ കഴിയും, പക്ഷേ വിജയം ഉണ്ടാകത്തില്ല. അവിടെ ഛേദമാണ് ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ ഞാൻ പറയുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ വായിച്ചു സഹായിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ എന്റെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ആർപ്പിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 1 ശമൂവേലിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധി വായിക്കാം. ഇസ്രായേൽ എല്ലാം ആർപ്പിട്ടു. സംഗതി കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പെട്ടകം നയിക്കുന്നത് ഹൊഫ്നിയും ഫിനാഗാസുമാ. ഏലിയുടെ 2 പുത്രന്മാരാ. ദൈവത്തിന് സ്തോത്രം. പരമ്പരാഗതമായി കിട്ടിയതായ ആ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചക്കാരായി ഇവർ രണ്ടുപേരും പെട്ടകം ഹല്ലേലൂയ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ എല്ലാം അവരുടെ കൂടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആ ആർപ്പിൽ ഹല്ലേലൂയ ഫെലിസ്ത്യർ വരെ കേൾക്കത്തക്ക പോലെ അവർ അത്യുച്ചത്തിൽ വളരെ എന്ത് ചെയ്തു? ആർപ്പിട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഭൂമി കുലുങ്ങും വണ്ണം അവരെന്ത് ചെയ്തു? ആർപ്പിട്ടു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആർപ്പിന്റെ മുമ്പിൽ ഒരു വിടുതലല്ല ഉണ്ടായത്, ഒരു വലിയ ഛേദമുണ്ടായി. 10-ാമത്തെ വാക്യം വായിച്ചേ. അപ്പൊ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആർപ്പിട്ട് അല്പസമയം കഴിഞ്ഞപ്പോ അവിടെ ഹല്ലേലൂയ ആര് കേൾക്കാനാണോ ആർപ്പിട്ടത്, ആരെ തോൽപ്പിക്കാനാണോ ആർപ്പിട്ടത്, അവർ ഇവർക്ക് നേരെ ഹല്ലേലൂയ പ്രബലരായി തീർന്നപ്പോൾ, ശക്തരായി തീർന്നപ്പോൾ, അവർ ധൈര്യപ്പെട്ട് ഇവരുടെ നേരെ വാളോങ്ങിയപ്പോൾ ആർപ്പിട്ടവനൊക്കെ ഒടുങ്ങാൻ തുടങ്ങി. ആർപ്പിട്ടവനൊക്കെ പരാജയപ്പെടാൻ തുടങ്ങി. ഇസ്രായേലിൽ 30,000 ആളുകൾ വീടുപോകത്തക്ക നിലയിൽ സംഹാരമുണ്ടായതിന്റെ കാരണം ഞാൻ ഓർപ്പിക്കട്ടെ. വിശുദ്ധിയില്ലാത്ത ആർപ്പ അവിടെ മുഴങ്ങിയത്. വിശുദ്ധിയില്ലാത്ത ആർപ്പില് ഒരു വിടുതൽ ഉണ്ടാകത്തില്ലെന്ന് ഇന്നു പകൽക്കാൽ ഞാൻ ഓർപ്പിക്കട്ടെ. എന്താ വിശുദ്ധിയില്ലാത്തത്? ഈ പെട്ടകം നയിച്ചതായ ഹൊഫ്നിയെ കുറിച്ചും ഫിനെഹാസിനെ കുറിച്ചും 2-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതലും 22-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അവരുടെ പോരായ്മകളെ കുറിച്ച്, അവരുടേതായ കുഴപ്പങ്ങളെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നു. അവർ ദൈവത്തെ ഓർക്കാത്തവരും അവർ നീചന്മാരുമാ. ദൈവത്തിന് സ്തോത്രം. പെട്ടകം നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് ഏതു വ്യക്തിയാണെങ്കിലും പെട്ടകത്തോട് ചേർന്ന് നടക്കുന്ന, പെട്ടകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന, പെട്ടകത്തിന്റെ മുമ്പിൽ ഒരു വാക്കിൽ പറയട്ടെ, നൃത്തം ചെയ്യുന്ന വ്യക്തി വിശുദ്ധിയില്ലാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആർപ്പിട്ടാൽ ആ ആർപ്പിലൊരു ദൈവകോപം വെളിപ്പെടുമെന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവജനം അറിഞ്ഞിരിക്കണം. നല്ല സൗണ്ടാ. ദൈവത്തിന് സ്തോത്രം. ആ സൗണ്ട് കേട്ടപ്പോൾ ഭൂമി മുഴുവനും വിറയ്ക്കുന്ന നിലയിലാണ് അവർ ആർപ്പിട്ടത്. അതൊരു പക്ഷേ ഫെലിസ്ത്യരുടെ പാളയം വരെ ആ ഘോഷമെത്തി. അവരൊക്കെ ഞെട്ടാനിടയായി, അവരൊക്കെ ഭയപ്പെടാനിടയായി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവർ തമ്മിൽ പറഞ്ഞ് അവർ ധൈര്യപ്പെടുത്തിട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ വിട്ടാലൊക്കെ ഇല്ല, നമുക്ക് അവരെ തകർക്കാൻ കഴിയുമെന്ന് പറഞ്ഞ്, അല്ലെ ശത്രു അവർക്ക് വിരോധമായി വന്ന് അവരെ മുടിച്ചു കളയാനിടയായെങ്കിൽ ആ പരാജയത്തിന്റെ കാരണമാണ് ഞാൻ ഓർപ്പിച്ചത്. ആർപ്പിന് കുറവില്ല, അല്ലെ ശബ്ദത്തിന് കുറവില്ല, പക്ഷേ അതിനകത്ത് വിശുദ്ധിയില്ല. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മേശ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവസന്നിധിയിൽ ആർപ്പിടുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവവൈതലേ, ദൈവത്തിൻ്റെതായ പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത ദാവീദിനെ പോലെ ദൈവത്തെ സ്തുതിക്കുവാൻ കടന്നു വന്ന ദൈവവൈതലേ, നൃത്തം ചെയ്ത് ആരാധിക്കുന്ന, അല്ലെ മതി മറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഈ പെട്ടകത്തോട് ചേർന്ന് നടക്കുന്ന നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ വാൾ അവിടെ ഇവിടെയും വെട്ടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭയപ്പെടുക. വിശുദ്ധിയില്ലാത്ത ആർപ്പിനകത്ത് വിടുതലല്ല ഉണ്ടാകുന്നത്, അതിനകത്തൊരു ഛേദമാ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആർപ്പിനകത്ത് വിശുദ്ധി വേണം. 2-ാമത്തെ ചിന്തയിലേക്ക് വേഗത്തിൽ ഹല്ലേലൂയ പോകാൻ ഞാൻ നിർബന്ധിതനാണ്. ഞാൻ പറഞ്ഞ സമയം പാലിക്കേണ്ടതുകൊണ്ട് 2-ാമത്തെ ചിന്ത ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം
അതിന്റെ 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 32 17-18 വാക്യങ്ങൾ. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അവിടെയും ആർപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാളയത്തിലെ ആർപ്പ് യോശുവ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ വേളയിൽ ആ ആർപ്പിന്റെ ശബ്ദം തന്റെ കാതുകളിലെത്തി. അത് കാതുകളിലെത്തിയപ്പോൾ അവൻ പറയുകയാണ്, മോശയോട് പറയുക, പാളയത്തിൽ വലിയ ആർപ്പ് കേൾക്കുന്നു, വലിയ യുദ്ധഘോഷം കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെളിപ്പാട് പ്രാപിച്ച് ഹൃദയദൃഷ്ടി പ്രകാശിച്ച ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന മോശ വിളിച്ചു പറയുകയാണ്, അത് കേൾക്കുന്നത് ഹല്ലേലൂയ യുദ്ധത്തിന്റെ ഘോഷമല്ല, തോറ്റതിന്റെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നതിന്റെ ഒരു നിലവിളിയാ ഞാൻ കേൾക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ, അവിടെ ഒരു വലിയ പരാജയമുണ്ടായി. 28-ാമത്തെ വാക്യം വായിച്ച്. 28-ാം വാക്യം. ഹല്ലേലൂയ. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തപ്പോ 3000 പേരെന്ത് ചെയ്തു? വീണു. ആർപ്പുണ്ട്, പക്ഷെ വിടുതലില്ല, പരാജയമാ. എന്താ കാരണം? ആർപ്പുണ്ടെങ്കിലും അതിനകത്ത് വേർപാടില്ല. ഹല്ലേലൂയ. വേർപാടില്ല. തമ്പുരാൻ പറഞ്ഞു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാനൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നുള്ള അഹരോനോടുള്ള ആവശ്യത്തിന്റെ മുമ്പിൽ അഹരോൻ പറഞ്ഞതനുസരിച്ച് കാതിലെയും കയ്യിലെയും ഒക്കെ ഹല്ലേലൂയ പൊന്നാഭരണങ്ങൾ ഊരിക്കൊടുത്ത് അതിനെ കൊത്തുള്ളി കൊണ്ട് വാശ വരുത്തി അങ്ങനെ ഒരു കാളക്കൊട്ടി പുറത്തു വന്നപ്പോ അതിനെ കണ്ട ഇസ്രായേൽ ജനം പറയുക, ഇസ്രായേലേ, നിന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവം ഇതാ. കാളക്കുട്ടിയല്ല നിന്നെ വിടുവിച്ചത്, കാളക്കുട്ടിയല്ല നിന്നെ നടത്തിയത്, കാളക്കുട്ടിയുടെ ഹല്ലേലൂയ അത്ഭുതമല്ല നീ കഴിഞ്ഞ ദിവസങ്ങൾ വരെ കണ്ടത്. വേർപാട് പാലിക്കേണ്ടടുത്ത് വേർപാട് പാലിച്ചില്ലെങ്കിൽ, വേർപാടില്ലാതെ ആർപ്പിട്ട് അവിടെ വിടുതലല്ല ഉണ്ടാകുന്നത്, അവിടെ ഛേദമാ ഉണ്ടാകുന്നത്. 1000-30,000 ആദ്യത്തെ പ്രാവശ്യം തട്ടിപ്പോയെങ്കിൽ ഇവിടെ 3000 ഇല്ലാതെയായി. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്കകത്ത്, ആർപ്പിനകത്ത് വിശുദ്ധി ഉണ്ടായിരിക്കട്ടെ, വേർപാടുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതിന് രണ്ടിനും മാനദണ്ഡം നമ്മുടേതല്ല, ദൈവത്തിൻ്റെതായിരിക്കണം. ഈ ദൈവത്തിന്റെ വചനത്തിൻ്റെതായിരിക്കണം. വിശുദ്ധി എന്തായിരിക്കണം? വിശുദ്ധി എങ്ങനെയായിരിക്കണം? പുസ്തകത്തിലുണ്ട്. അന്വേഷിച്ച് വായിച്ചു മനസ്സിലാക്കണം. ഈ വേർപാടിനെ കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആരോടൊക്കെ വേർപെടണം, എന്തിനോടൊക്കെ വേർപെടണം എന്നുള്ളത് ഇതിനകത്തുണ്ട്. ഈ വചനത്തിന്റെ വാക്കിന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ആർപ്പിടുന്നെങ്കിൽ ആ അനുഭവത്തോടെ ആർപ്പിട്ടാൽ അതിനകത്തൊരു വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടാൻ വന്ന പ്രിയരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് പോലെ ആർപ്പിടുന്ന എന്റെയും നിന്റെയും ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കട്ടെ. ഒന്നാമതായി. രണ്ടാമതായി വേർപാടുണ്ടായിരിക്കട്ടെ. ഈ വേർപാടോടും ഈ വിശുദ്ധിയോടും കൂടെ അത് കാത്തു സൂക്ഷിച്ച് ആർപ്പിട്ടാൽ വീഴാത്തതെല്ലാം വീഴും. തെളിവിലേക്ക് നമുക്കൊന്ന് പോകാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. അനന്തരം ജനം ആർപ്പിടുകയും ദൈവത്തിന്റെ അഭിഷക്തന്മാർ പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തപ്പോൾ ആർപ്പിട്ടപ്പോ മതില് അവരല്ല വീണത്, മതിൽ വീണു. കഴിഞ്ഞ 2 സാഹചര്യത്തിലും ആർപ്പിട്ടപ്പോ ആർപ്പിട്ടവൻ വീണു. മനസ്സിലായോ? ആർപ്പിട്ടവൻ വീണു. അല്ലേ, വീഴാൻ വേണ്ടി അല്ല ആർപ്പിട്ടത്, ജയിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പരാജയപ്പെടാൻ അല്ല ആർപ്പിട്ടത്, തോൽക്കാൻ വേണ്ടി അല്ല ആർപ്പിട്ടത്. ഒരു ജയം കണ്ടുകൊണ്ടാ, ഒരു ജയം പ്രതീക്ഷിച്ചുകൊണ്ടാ, ഇതിനകത്തൊരു വിടുതൽ ഉണ്ടാകണമെന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് ആർപ്പിട്ടത് മുമ്പിലെ 2 സാഹചര്യങ്ങളിലും. പക്ഷേ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിടുതലല്ല ഉണ്ടായത്. അവരാ വീണത്. 30,000 ആദ്യം വീണു, രണ്ടാമത് 3,000 വീണു. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വലിയ മതില് വീണു. വീഴ്ത്തിയതല്ല, വീണു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മുകൾ പരപ്പ് വീട് വരെ വെച്ച് താമസിക്കത്തക്ക
വിസ്താരം അതിന്റെ മുകളിലുണ്ടെന്നുള്ളത് വചനത്തെളിവ് നമുക്ക് കാണുവാൻ കഴിയുന്നു. രാഹാബ് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട് ഈ മതിലിന്റെ മുകളിലാണ്. അത് മാത്രമല്ല, ഹല്ലേലൂയ, 6 രഥങ്ങൾക്ക് ഒരേ സ്പീഡിൽ പോകുവാനുള്ള വിസ്താരം ഇതിന്റെ മുകൾ പരപ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിലൊരു ചെറിയ സുഷിരമിടണമെങ്കിൽ പോലും ദിവസങ്ങൾ ഇന്നത്തെ ആധുനിക സംവിധാനത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഒരു സുഷിരമിടാൻ, ഒരു മനുഷ്യന് കയറി അകത്ത് കടക്കാനുള്ള മതിയായ വലിപ്പത്തിലുള്ള ഒരു ഹല്ലേലൂയ ഒരു ഹോൾ ഇടണമെങ്കിൽ ദിവസങ്ങൾ പണിപ്പെട്ടെങ്കിലേ പറ്റുകയുള്ളൂ. അത്ര ഈടുറ്റ പണിയാ അതിന് ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവമക്കളെ, കഴിഞ്ഞ 7 ദിവസമായി ദൈവം കൊടുത്ത പ്രമാണം അനുസരിച്ച് അവർ അതിനെ ചുറ്റി. നമുക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ടറിയാം. ദൈവം കൊടുത്ത വലിയൊരു വ്യവസ്ഥ. ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധി അതിനകത്തുണ്ട്, വേർപാട് അതിനകത്തുണ്ട്. എങ്ങനെയും ചുറ്റുകയല്ല, തമ്പുരാൻ കൊടുത്തതായ ഒരു ഓർഡർ അതിനകത്തുണ്ട്. ആദ്യം പോകേണ്ടത് ആയുധധാരികളായിരിക്കുന്ന ആളുകൾ, അതിനു പുറകിൽ ഹല്ലേലൂയ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം പിടിച്ച ആളുകൾ, അതിനു മുമ്പ് അതിന്റെ പുറകിൽ ഹല്ലേലൂയ പെട്ടകം, അതിനൊക്കെ വളരെ പിന്നിൽ വേണം ജനം എന്ത് ചെയ്യാൻ, പോകാൻ. ദൈവത്തിന് സ്തോത്രം. 1ാമത്തെ പ്രാവശ്യം മൗനമായി ചുറ്റി മടങ്ങി വരണം. 6ാമത്തെ ദിവസം വരെ നിങ്ങൾ അങ്ങനെ ചെയ്യണം. 7ാമത്തെ ദിവസവും ആരംഭത്തിലെ 6 പ്രാവശ്യവും അതുപോലെ തലേ ദിവസങ്ങൾ ചെയ്തതുപോലെ അതിനെ ചുറ്റി മടങ്ങി വന്ന് പാളയത്തിൽ വരണം. 7ാമത്തെ പ്രാവശ്യം പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കണ്ടുള്ള ആ കാഹളം നീട്ടി ഊതുമ്പോൾ ജനമെല്ലാം എന്ത് ചെയ്യണം, ആർപ്പിടണം. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് വിശുദ്ധി ഉണ്ടായിരുന്നു, അതിനകത്ത് വേർപാടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നാട്ടുകാർ നോക്കി നിൽക്കെ, ദേശം നോക്കി നിൽക്കെ, വളരെ വർഷങ്ങൾ കൊണ്ട് വളരെ അധികം ക്ലേശങ്ങൾ സഹിച്ച് പടുതുയർത്തിയ പണിതുറപ്പിച്ചതായ ഈ പട്ടണം അതിൽ വീഴാൻ കാരണം വിശുദ്ധിയോടുകൂടെ ആർപ്പാണ്, വേർപാടോടുകൂടിയുള്ള ആർപ്പ. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കേണ്ട ദൈവമൈതലേ, ആർപ്പിടുന്ന നിന്റെ മുമ്പിൽ ഒരു മതിലും നിൽക്കുകയില്ല, ഒരു മതിലും നിന്നെ ഹല്ലേലൂയ തടസ്സം ചെയ്യാൻ കഴിയുകയില്ല. നിനക്കുള്ള വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ സ്വായത്തമാക്കാൻ കഴിയാതെ അതിനെ ഉറപ്പിച്ചിരിക്കുന്ന ഏത് കന്മതിലാണെങ്കിലും ഏത് വൻമതിലാണെങ്കിലും ഇന്ന് പകൽക്കാലം ഓർക്കുക, അഭിഷേകം പ്രാപിച്ച ദൈവകൃപയുള്ള വിശുദ്ധിക്ക് വേണ്ടി വേർപാടിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലിന്റെ ആദരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന ആരാധനയുടെ ശബ്ദം, അന്യഭാഷയുടെ ശബ്ദത്താൽ വീഴാത്ത ഒരു മതിലുമില്ല. ഇങ്ങനെ ജനമാർപ്പിട്ടപ്പോ മതിൽ വീണു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ വേണം ദൈവസന്നിധിയിൽ ആർപ്പിടാൻ. എങ്ങനെ? വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ദൈവസന്നിധിയിൽ ആർപ്പിട്ടാൽ ഹല്ലേലൂയ ഇന്ന് ഉയർന്നു നിൽക്കുന്നത് എന്ന് തോന്നുന്ന അവസാന ഹല്ലേലൂയ നിമിഷത്തിൽ ഞാനൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്നും നിന്റെ മുമ്പിൽ തടങ്കലായി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, ഭാരമായി നിൽക്കുന്ന വാഗ്ദത്തം അപ്പുറത്തുണ്ട്, കയ്യെത്താകുന്ന ദൂരത്താ വന്നിരിക്കുന്നത്. എങ്കിലും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വാഗ്ദത്തത്തെ കണ്ട് സന്തോഷിക്കുകയല്ലാതെ അത് നേടാൻ കഴിയുമോ, അത് പ്രാപിപ്പാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഉള്ളത്തിലുള്ളപ്പോ ആ തടസ്സങ്ങൾ എനിക്ക് വേണ്ടി ആര് മാറ്റും, ആ കല്ല് എനിക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റും, അതെന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ എന്ന് നീയും ഞാനും പറയുമ്പോ നിനക്ക് കഴിയാത്തത് എനിക്ക് കഴിയാത്തത് ഇന്ന് പകൽ സാധിപ്പിക്കുവാൻ നിന്റെ അതരങ്ങളിൽ നിന്ന് വീഴുന്ന സ്തുതിസ്തോത്രങ്ങൾ കൊണ്ട്, നിന്റെ ആരാധന കൊണ്ട്, നിന്റെ അഭിഷേകം കൊണ്ട് ഈ പകൽക്കാലം ചിലത് നിന്റെ മുമ്പിൽ വീഴുമെന്ന്, ചിലത് നിന്റെ മുമ്പിൽ നെടുമ്പാട് വീഴുമെന്ന്, ചിലത് പരാജയപ്പെടുമെന്ന്, ചിലത് ഹല്ലേലൂയ ഇല്ലാതെയാകുമെന്ന്. ഹല്ലേലൂയ. മുമ്പോട്ട് കയറാൻ ദൈവം നിന്നെ ഇടവരുത്തുന്ന ഹല്ലേലൂയ. ഭയന്നു മാറരുത്. തോറ്റു പോടാനല്ല ദൈവം വിളിച്ചത്, തോറ്റു പിന്മാറാനല്ല ദൈവം വിടുവിച്ചത്, അതിനല്ല ദൈവം നിന്നെ രക്ഷിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത്. ജയിച്ചു മുന്നേറൂ. കർത്താവിന്റെ കൃപ നിന്റെ കൂടെയുണ്ട്, കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്, കർത്താവിന്റെ ആശീർവാദം നിന്റെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിനു മഹത്വം. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് അത്ഭുതമായി തോന്നിയ ഒരു കാര്യം, പല യുദ്ധങ്ങളും പല വിഷയങ്ങളും ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെയ്തു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ഒരുപാട് ദൈവം അവർക്ക് വേണ്ടി ചെയ്തപ്പോൾ
അവർക്ക് വലിയ റോളില്ലാതെ ദൈവം പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതിനകത്ത് ദൈവം ആഗ്രഹിച്ചത് വിശുദ്ധിയുള്ള, വേർപാടുള്ള നിന്നെ കൊണ്ട് തന്നെ ദൈവം ചിലത് വിഭാഗിക്കുകയാ. നിന്നെ കൊണ്ട് തന്നെ ദൈവം പ്രയോജനപ്പെടുത്തുകയാ. എന്റെ മുമ്പിലിരിക്കുന്ന, എന്റെ പിന്നിലിരിക്കുന്ന അഭിഷക്തരായ ദൈവജനമേ, കർത്തൃദാസന്മാരെ, നാം ആരും സാധാരണക്കാരല്ല. നമ്മെ ഒരുപക്ഷെ നിസ്സാരന്മാരായി ലോകം ചിത്രീകരിച്ചെന്നിരിക്കുക, അനാത്മീകൻ ചിത്രീകരിച്ചെന്നിരിക്കുക. എന്നാൽ ഇന്നു പകൽ ഭാരപ്പെടരുത്. നിന്നിലുള്ളവൻ മറ്റുള്ളവരുള്ളവനേക്കാൾ വലിയവനാ. അവൻ ശ്രേഷ്ഠനാ. അവന്റെ നാമത്തില് നീ ചിലത് പറയുന്നത്, അവന്റെ നാമത്തില് ചിലത് കൽപ്പിക്കുന്നത്, ചിലതിനോട് വഴിമാറാൻ പറഞ്ഞ, ചിലതിനോട് കീഴടങ്ങാൻ പറഞ്ഞ, ചിലതിനോട് വീഴാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. എന്താ കാരണം? നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉള്ളത് കൊണ്ട്, നിന്റെ ജീവിതത്തിൽ വേർപാടുള്ളത് കൊണ്ട്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്, വേർപാട് നഷ്ടപ്പെടുത്തരുത്. ആ കൃപയിൽ നിന്നോണം. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം വീണാലും, ആരെല്ലാം വിട്ടുപോയാലും പ്രാപിച്ച കൃപയിൽ നിന്ന് നിൽക്കണം. ആരോഗ്യമുള്ളിടത്തോളം ആരാധനയ്ക്ക് കടന്നു വരാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. തമ്പുരാൻ നമ്മെ മാനിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കി ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ നല്ല പകലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ വീണ്ടും ആയിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിച്ചു. താവേ, കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധിയില്ലാത്ത ആർപ്പ്, വേർപാടില്ലാത്ത ആർപ്പ് ഛേദങ്ങൾ വരുത്തുമ്പോൾ, ആർപ്പിട്ടവനെ അത് വീഴ്ച കളയുമ്പോൾ, വിശുദ്ധിയോടുകൂടി വേർപാടോടുകൂടി ആർപ്പിട്ട ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ആ വൻമതിൽ വീണ ചരിത്രം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ കേൾക്കാനിടയായി. ഇന്ന് പകലും ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഹല്ലേലൂയ അവരുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നതിന് തടസ്സമായി തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ചില വൻമതിലുകളുണ്ട്. ശത്രു പണിത് ഉറപ്പിച്ചിരിക്കുന്ന ചില കോട്ടക്കുത്തളങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം അവിടുത്തെ ജനമായ ഞങ്ങൾ ഒരുമിച്ച്, അഭിഷക്തരായ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവേ അതിനോട് കൽപ്പിക്കുകയാണ്. അതിനോട് വഴിമാറാൻ കൽപ്പിക്കുകയാ, കീഴടങ്ങാൻ കൽപ്പിക്കുകയാ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കുമെന്നുള്ള അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾ ഇന്ന് പകൽ ഉയർന്നു നിൽക്കുന്ന സകല പ്രതിബന്ധങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ശാസിച്ച് അതിന്റെ മേൽ ആത്മാവിൽ ജയം പ്രാപിക്കുന്നു. ആ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കൃപ തരണമേ. കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ. ദൈവമഹത്വം ഞങ്ങൾ വെളിപ്പെടാൻ ഇടയാക്കും. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ അവിടെ നിന്ന് നിയന്ത്രിക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, കരവും ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.